ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 1.5 മാസമായിട്ട് കാത്തിരുന്ന ആ സുദിനം ഒന്ന് വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ താലപ്പൊലി മഹോത്സവം ഇപ്പോൾ ഇന്ന് നമ്മളെ കൈകളിലാണ്. അപ്പോൾ നമ്മൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തൊട്ട് തന്നെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളെ എഴുന്നേൽപ്പും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം ബാൻഡിൻ്റെ കൂടെ അങ്ങനെ പോകുന്നത് ആഹ്ലാദത്തിന് അങ്ങനെ പോകും. പ്രാവശ്യം അങ്ങനെ പോവാണ്. 4 മണിക്ക് എഴുന്നേൽപ്പ് വരും. 3 മിനിറ്റുള്ള പോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് മഴ തുള്ളിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളിവിടെ ഒരു സ്ഥലത്ത് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കയറി നിന്ന്, പക്ഷെ കുറച്ചൊക്കെ കയറി നിന്ന് നമ്മൾ മഴ കൊണ്ട് തന്നെ അങ്ങ് പോയിട്ടോ. മഴ കൊണ്ട് ഈ ബാൻഡൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. നമ്മൾ ബാക്കിലൂടെ അങ്ങനെ പോയി. പിന്നെ ഒരുപാട് മഴ നനഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കയറിയിട്ട് അന്നൊക്കെ കണ്ടില്ലേ പോകണമല്ലോ, കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കുടയൊന്നും എടുത്തിരുന്നില്ല. ഞാൻ അവിടെ വീട്ടിൽ കയറി നിന്നു. ഇതാണ് ബാൻഡൊക്കെ ഇപ്പോൾ സീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങനെ നനയാതെയാണ് പോണത്. അത് വെള്ളം നനയാൻ പറ്റാത്തതുകൊണ്ട് അവ അങ്ങനെ പോകണത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പൂരപ്പറമ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് പൂരപ്പറമ്പിന് ഭൂതപ്പറമ്പ് എന്നാണ് പറയുക. അവിടെ ഒരുപാട് ഭൂതങ്ങൾ കെട്ടിയ വേഷങ്ങൾ കെട്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ അതിന് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ചാലിയൻകുതിര, എല്ലാ വലിയ കുതിരയാണ് ചാലിയൻകുതിര പറയും. അതെല്ലാ പ്രാവശ്യം ഇവിടെ അവിടെ കെട്ടി വെക്കും കേട്ടോ. ഒരു ചടങ്ങാണ് ഇവിടുത്തെ. അതിൽ നമ്മൾ വെറ്റിലെറിയുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എല്ലാവരും ഇതാ എത്ര ജനങ്ങളറിയാം, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത പോലെയാണ്. അവിടെ മേലെ നിന്നിട്ട് എല്ലാവരും കുടയൊക്കെ ചൂടിയിട്ടോ കാണുന്നത്. എന്താ വെച്ചാൽ മഴയാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദേശക്കാരും വന്നിട്ട് ഓരോ ബാൻഡും കാര്യങ്ങളായിട്ടാണ് ഇവിടെ എത്താറ്. ഓരോരുത്തർ വരുന്നത് ഭയങ്കര ആർമാദിച്ചു കൊണ്ട് തന്നെ കേട്ടോ വരാറ്. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തരായിട്ട് കാണാം. ഇത് കണ്ടില്ല, ആൾരൂപം കെട്ടിയതാണ്. ആൾരൂപം കെട്ടിയിട്ട് ഇവിടെ കളിക്കാനുള്ള സമയം ആയിട്ടില്ല, അതോ സ്ഥലമില്ലായിട്ട് എന്തോന്ന് അറിയില്ല. ബാൻഡിൻ്റെ ആഹ്ലാദത്തിമിർപ്പിലാണ് ജനങ്ങൾ. അപ്പോൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ നായാടിപ്പൂതം എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളെ ഈ പൂരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇവരൊക്കെ നല്ല നോർമും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ ഇതൊക്കെ കെട്ടി നടക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ പണ്ട് കാലം മുതലേ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ താലപ്പൊലി ആകുമ്പോൾ 2-3 ദിവസം മുന്നേ തന്നെ നായാടിപ്പൂതം വരുന്നുണ്ട്, കാള വരുന്നുണ്ട്, പൂതം വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസാന ദിവസമാണ് കേട്ടോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് മറ്റൊരു ദേശക്കാർ വരുന്ന വരവാട്ടായി കാണുന്നത്. അവരുടെ ആഹ്ലാദമാണ് കാണുന്നത്.
വിദേശക്കാരുടെ വരയിലും അവർ ഓരോ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഓരോരുത്തർക്കും ഓരോ നിറത്തിലുള്ളതായിട്ട് അവരുടെ പ്ലാനിങ്ങിൽ നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഓരോ കാഴ്ചയാണ്, വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ മറ്റു ദേശക്കാർ വരവാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരൊരു മാലയൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരന്മാരായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനിട്ട്. ഓരോ ആ ഡ്രസ്സിനനുസരിച്ചുള്ള മാലയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇവരൊരു വെറൈറ്റി ആയിട്ട് തന്നെ ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ അങ്ങനെ മഴയാണ് കേട്ടോ, മഴയൊക്കെ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അത്രയും ജനങ്ങളുണ്ട് ഈ പൂരപ്പറമ്പിൽ കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ മേലെ ഓരോ വീടുകളിലൊക്കെ കയറി നിൽക്കുന്ന ഉയർന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നല്ല ഷോ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ കയറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിലത്ത് ഇവിടെ ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയൊക്കെ ഇവിടെ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിന്നിട്ട് തന്നെ കേട്ടോ കണ്ടത്. നമ്മൾ എല്ലായിടം പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറഞ്ഞില്ലേ ഇത് പൂരപ്പറമ്പാണെന്നൊക്കെ. അപ്പോൾ കണ്ടില്ലേ പൂതങ്ങളുടെ പറമ്പാണ് പൂതപ്പറമ്പ്. അപ്പോൾ ഇതാ ഒരുപാട് പൂതങ്ങൾ കെട്ടിയിട്ടുള്ള അവിടെ കണ്ടില്ലേ. പിന്നെ എൻ്റെ ബാക്കിലുള്ള 3 സ്ഥലം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഈ സമയത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഴുന്നള്ളത്ത് വരാനായിട്ടുണ്ട് ദേവിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വഴിയൊക്കെ ഒരുക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് നിന്നിട്ട് കേട്ടോ വെടി പൊട്ടിക്കുന്നത്. എഴുന്നള്ളത്തിന് മുന്നുള്ള വെടി പൊട്ടിക്കലാണ് ഇതൊക്കെ. അപ്പോൾ മുന്നേ ഇങ്ങനെ വെടി പൊട്ടിച്ചുകൊണ്ടാണ് കേട്ടോ എഴുന്നള്ളത്ത് പോവുക. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ഇത് ആന കണ്ടില്ലേ, കിരീടമൊക്കെ കെട്ടി സുന്ദരനായിട്ട് ഇതാ പോണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആനയ്ക്കുള്ള പട്ട ഇതാ കൊണ്ടുപോകട്ടോ കഴിക്കാൻ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ പോന്നിട്ട് നമ്മൾ മേലെ പോകുന്ന കമ്മലും കാര്യങ്ങളൊക്കെ കച്ചവടമൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ടോ. പക്ഷെ അത് ഞാൻ മേലെ നിന്ന് നല്ലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഈ ഒരു പൂതപ്പറമ്പിൻ്റെ അവസ്ഥ. നമ്മൾ കുറച്ച് മേലെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നിൽക്കാൻ സ്ഥലമില്ലാതെ ഒരുപാട് ആൾക്കാർ എഴുന്നള്ളത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ അവസ്ഥ ഇതാട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ കച്ചവടമൊക്കെ കണ്ട് നമ്മൾ ഓരോ സാധനമൊക്കെ വാങ്ങി നിൽക്കുമ്പോഴേ ഇതാ അവിടെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് നമ്മൾ ആനയൊക്കെ മടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്, നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല. നമ്മളിവിടെ പൂതപ്പറമ്പിൽ തന്നെ നിന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ.